ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? തൗഹീദിനെ പറ്റിയാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അവിടെ പഠിക്കുന്നത്? ആരെ പറ്റിയാണ് പഠിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയാണ്. ഹഖുള്ള അള്ളാഹിന്റെ അവകാശങ്ങളെ പറ്റിയാണ്. അതാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതാണ്, അവന്റെ റബ്ബിനെ പറ്റി. കാരണം അവന്റെ ഖബറിൽ അവൻ ആദ്യം ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഹദീസിൽ കേൾക്കുമ്പോൾ എന്താണ്? മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? അപ്പോൾ നമ്മുടെ റബ്ബിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ് എന്ത്? ഇൽമു തൗഹീദ്, തൗഹീദിന്റെ ശാഖ. ഹഫദകുമുള്ള. അപ്പോൾ ഈ തൗഹീദിന്റെ ഈ ശാഖ പഠിക്കുന്നതിന്റെ ഒരു 5 പോയിന്റുകളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 5 പോയിന്റുകളാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യത്തെ കാര്യം ഇൽമ് അല്ലെങ്കിൽ അഹമ്മിയത്തു തഅല്ലുമി തൗഹീദ് അല്ല അഖീദ എന്നും പറയാം. പൊതുവായിട്ട് അഖീദ പഠിക്കുന്നത്, വിശ്വാസ കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യം. 5 പോയിന്റുകൾ ഒട്ടനവധി ഉണ്ട്. ഇത് പറഞ്ഞ പോലെ ഇതിനായിട്ട് കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് 5 പോയിന്റുകൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആദ്യത്തെ കാര്യം, ഇത് അമ്പിയാക്കളുടെ മാർഗം ഇതാണ്. അമ്പിയാക്കളുടെ ദഅവത്തിന്റെ മാർഗം ഇതാണ്. അവരാരംഭിക്കുന്നത്, അവരുടെ ദഅവത്തിന്റെ അടിസ്ഥാനം എന്താണ്? തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം എല്ലാ ഉമ്മത്തുകളിലേക്കും റസൂലുമാരെ അയച്ചിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ ദഅവത്ത്? അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, അഥവാ തൗഹീദാണ്. അതാണ് അവരുടെ ദഅവത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അമ്പിയാക്കളുടെ ദഅവത്ത് എന്നുള്ളത് എന്താണ്? അത് തൗഹീദിന്മേൽ പണിഞ്ഞിട്ടുള്ളതാണ്. തൗഹീദാണ് അവരുടെ ദഅവത്തിന്റെ അടിസ്ഥാനം. അത് സൂചിപ്പിക്കുന്നുണ്ട് എന്ത്? തൗഹീദിന്റെ പ്രാധാന്യം. രണ്ടാമത്തെ പോയിന്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ തർബിയത്ത് ചെയ്തിരുന്നത് അങ്ങനെയാണ്. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 61-ാമത്തെ ഹദീസ്, ജുന്ദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല കുന്ന മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ونحن فتيان حزاورة فتعلمنا الإيمان قبل أن نتعلم القرآن ثم تعلمنا القرآن فازددنا به إيمانا. സഹാബി പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കെ നമ്മുടെ ഫിത്യാനുൻ ഹസാവിറ, അഥവാ നമ്മൾ ചെറിയ യുവാക്കളാണ്, അല്ലെങ്കിൽ കുട്ടികളാണ്, യുവാക്കളാണ്, അതിന്റെ ഇടയിലുള്ള പ്രായമാണ്. എങ്ങനെയാണ് ഫിത്യാനുൻ ഹസാവിറ എന്ന് പറഞ്ഞ എന്താ പ്രായം? ചെറിയ കുട്ടിയിൽ നിന്ന് വലിയ ആളിലേക്ക് കടക്കുന്ന, അവന്റെ എല്ലുകളെല്ലാം ഉറച്ചു വരുന്ന, അവൻ ശക്തി പ്രാപിക്കുന്ന ആ ഒരു പ്രായം. അപ്പൊ എങ്ങനെയായിരുന്നു? ഫതഅല്ലംനൽ ഈമാന ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈമാൻ കാര്യങ്ങൾ പഠിച്ചു, വിശ്വാസ കാര്യങ്ങൾ പഠിച്ചു. ثم تعلمنا القرآن, ശേഷം നമ്മൾ ഖുർആൻ പഠിച്ചു. ഫസ്ദദ്നാ ബിഹി ഈമാന, അങ്ങനെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെയും കുട്ടികളെയും പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? തൗഹീദ് കൊണ്ടാണ്, അഖീദ കൊണ്ടാണ്, വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ്. അത് സൂചിപ്പിക്കുന്ന മറ്റൊരു പോയിന്റാണ് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫദഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസൂൽ സലാസയുടെ ശർഹിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയിരുന്നത് 23 വർഷക്കാലഘട്ടമാണ്. 23 വർഷക്കാലമാണ് എന്ത് ചെയ്തുള്ളത്? റസൂലിന്റെ നുബുവത്ത്. 40-ാം വയസ്സിലെ നുബുവത്ത് ലഭിച്ചു. 63-ാം വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആകുന്നത്. അപ്പൊ 23 വർഷക്കാലം. അതിൽ 13 വർഷക്കാലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുണ്ടായിരുന്നത്. 13 വർഷക്കാലമാണ്. ആദ്യത്തെ 13 വർഷക്കാലം എവിടെ ഉണ്ടായിരുന്നു? മക്കത്തുണ്ടായിരുന്നു. പിന്നെ ഹിജ്റ ചെയ്യുകയും ബാക്കി മദീനത്തുണ്ടായിരുന്നത്. അപ്പൊ ഈ 13 വർഷക്കാലം മക്കത്തുണ്ടായിരുന്നതില് അതിൽ ബഹുഭൂരിപക്ഷവും എന്തായിരുന്നു? തൗഹീദിലേക്കുള്ള ദഅവത്തായിരുന്നു. ശിർക്കിനെ കൊണ്ട് താക്കീത് ചെയ്യുകയും തൗഹീദിലേക്ക് ഉള്ള ദഅവത്തായിരുന്നു. അവിടെ അവസാന കാലഘട്ടത്തിലാണ്, ആ മക്കത്തുണ്ടായിരുന്ന അവസാന കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? നിസ്കാരം ഫർളാക്കപ്പെടുന്നത്, നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത്. സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല, നിയമമാക്കപ്പെട്ടിട്ടില്ല. നോമ്പ്, ഹജ്ജ്, ഇതൊന്നും എന്ത് ചെയ്യപ്പെട്ടില്ല? ഫർളാക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ആലോചിച്ച് നോക്ക്, 23 വർഷക്കാലഘട്ടം ദഅവത്ത് ചെയ്തതില് 13 വർഷക്കാലത്തിൽ എന്ത് ചെയ്തിട്ടില്ല? നിസ്കാരം, സക്കാത്ത്, നോമ്പ് ഒന്നും വന്നിട്ടില്ല. അതൊക്കെ അവസാന കാലഘട്ടത്തിൽ 13ന്റെ അവസാനത്തിലാണ് എന്ത് വരുന്നത്? നിസ്കാരം തന്നെ വരുന്നത്. ഇസ്ലാം കാര്യങ്ങൾ 5-ൽ 2-ാമത്തെ കാര്യം നിസ്കാരം എന്നുള്ളത് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് നിർബന്ധമാക്കപ്പെടുന്നത്. അപ്പം തന്നെ ആ കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും തൗഹീദിലേക്കുള്ള ദഅവത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളത്. അത് നമ്മളെ ഓർപ്പിക്കും തൗഹീദ് നമ്മൾ എത്ര കണ്ട് പഠിക്കേണ്ടതുണ്ട്. അത്ര വർഷക്കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. അമ്പിയാക്കളുടെ ദഅവത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. 3-ാമത്തെ പോയിന്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന്റെ മുമ്പുള്ള വസിയത്തും ശിർക്കിനെ തൊട്ട് താക്കീത് ചെയ്തുകൊണ്ടാണ്. ഇത്രയും കാലഘട്ടം ദഅവത്ത് നടത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് പോലും എന്താ താക്കീത് ചെയ്യുന്നത്? എന്താ പറയുന്നത്? തൗഹീദിനെ പറ്റിയും ശിർക്കിനെ പറ്റിയുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, ഇമാം ബുഖാരിയുടെ അടുത്ത് 437-ാമത്തെ ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്ത് മരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ രോഗത്തിന്റെ അവസ്ഥയിൽ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ ഔ മസ്ജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെയും നസ്രാനികളെയും ശപിക്കട്ടെ, അവര് അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ മസ്ജിദുകളാക്കി എടുത്തു, സ്വീകരിച്ചു എന്ന് റസൂലുള്ളാഹി പറയാണ്. അപ്പൊ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? റസൂലുള്ളാഹി ആ അവസാന കാലഘട്ടത്തിലും എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്?
തൗഹീദിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്. ഷിർക്കിനെ തൊട്ട് താക്കീത് ചെയ്യാണ്. അപ്പോഴും തൗഹീദും ഷിർക്കിനെ പറ്റിയും എന്താണ്, ദഅവത്ത് ചെയ്യാണ്. 4-ാമത്തെ പോയിന്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി ആളുകളെ അയക്കുമ്പോൾ, സഹാബാക്കളെ ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, തൗഹീദിലേക്കാണ് ആദ്യം ക്ഷണിക്കേണ്ടത് എന്നാണ്. എന്താ തെളിവ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 1458-ാമത്തെ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി അയക്കുകയാണ്. അപ്പൊ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്തിലേക്കാണ് ആദ്യം ക്ഷണിക്കേണ്ടത്. ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ അഹ്ലി കിതാബ്, അഹ്ലു കിതാബിന്റെ അഥവാ വേദഗ്രന്ഥങ്ങളുള്ള ആളുകളിലേക്കാണ് നീ പോകുന്നത്. ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇബാദത്തുല്ലാഹി അസ്സ വജൽ. അപ്പൊ നീ ചെന്നിട്ട് ആദ്യം ക്ഷണിക്കേണ്ടത് എന്താണ്, അള്ളാഹിന്റെ ഇബാദത്തിലേക്കാണ് എന്ന് റസൂൽ പറയാണ്. മറ്റൊരു വിവാദത്തിൽ കാണാം, ഇലാ അൻ യുവഹിദുല്ലാഹ തആല, അവർ അള്ളാഹിനെ ഏകപ്പെടുത്തുന്നതിലേക്കാണ് നീ അവരെ ക്ഷണിക്കേണ്ടത് എന്ന് പറയാണ്. അപ്പൊ ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവൻ ദഅവത്ത് ആരംഭിക്കേണ്ടത് തന്നെ എന്തിലേക്കാണ്, തൗഹീദിലേക്കാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, തൗഹീദിന്റെ അടിസ്ഥാനങ്ങളാണ്. കാരണം അതാണ് എന്ത് ചെയ്യുന്നത്, ഒരുവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും അതിൽ തെറ്റിപ്പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരുവൻ നരകത്തിലേക്ക് ചെന്ന് വീഴുന്നതും. ഈ ദുനിയാവ് തന്നെ അല്ലെങ്കിൽ ഈ കാണുന്ന സൃഷ്ടികൾ മുഴുവൻ തന്നെ സൃഷ്ടിക്കപ്പെട്ടുള്ള എന്തിനാണ്, ഈ തൗഹീദ് സ്ഥാപിക്കാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മനുഷ്യനും ജിന്നും എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എന്താണ് തൗഹീദ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. 5-ാമത്തെ പോയിന്റ്, ഇതാണ് അവസാനമായിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ്, ഇസ്ലാഹുൽ ഖൽബ്. അഖീദ കൊണ്ട് എന്ത് ചെയ്യുക, വിശ്വാസ കാര്യങ്ങൾ കൊണ്ട് അവന്റെ കൽബിനെ നന്നാക്കുക എന്നുള്ളതാണ്. അവന്റെ സ്വന്തം കൽബിനെ എന്ത് ചെയ്യുക, അവൻ ശുദ്ധീകരിക്കുക. നുഅമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, മുത്തഫഖുൻ അലൈഹിയുള്ള ഹദീസാണ്. നുഅമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 52-ാമത്തെ ഹദീസ്. അതിലുള്ള വാചകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ത്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ശരീരത്തിൽ എന്തുണ്ട്, ഒരു ഇറച്ചി കഷ്ണമുണ്ട്. അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവൻ നന്നാകുന്നതാണ്. അത് കേടായാലോ അവന്റെ ശരീരം മുഴുവൻ കേടാകുന്നതാണ്. അലാ വഹിയൽ ഖൽബ്, അത് അവന്റെ കൽബാണ്. അപ്പൊ അവന്റെ കൽബ് നന്നാവണമെങ്കിൽ അതിലേക്ക് എന്ത് പ്രവേശിക്കേണ്ടതുണ്ട്, ഈമാന്റെ പ്രകാശം പ്രവേശിക്കേണ്ടതുണ്ട്. അവന്റെ അഖീദ വിശ്വാസ കാര്യങ്ങൾ നന്നാക്കേണ്ടതുണ്ട്. അവന്റെ കൽബ് നന്നായാലേ അവന്റെ പ്രവൃത്തിയും സംസാരവും നന്നാവുകയുള്ളൂ. അവന്റെ കൽബ് മോശമായാൽ എന്താ അവസ്ഥ, അവന്റെ സംസാരവും പ്രവൃത്തികളും എല്ലാം മോശമാവും. അപ്പൊ ഇതെല്ലാം എന്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം എന്തിലേക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ തൗഹീദ് പഠിച്ച് ആരംഭിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അർത്ഥം, അതിന്റെ അർത്ഥ തലങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്.